നമ്മൾ വേണ്ട വന്നേക്കുന്ന നമ്മുടെ ജഡായൻ നിങ്ങളാ. ഹായ്, പുതിയൊരു വ്ലോഗുമായിട്ട് വന്നേക്കും കേട്ടോ. ഇപ്പൊ നമ്മളുള്ളത് നമ്മുടെ സ്വന്തം കേരളത്തിന്റെ അഭിമാനമായ നമ്മുടെ ജഡായുലാണ് വന്നേക്കുന്നത്. നമ്മൾ ജഡായുൽ കയറാൻ പോണു ഗൈസ്. ഞാനും നമ്മുടെ SRJ വന്നേക്കുന്നേ. ഒരു കൂട്ടുകാരനെ കൂടെ വിളിച്ചായിരുന്നു, അവൻ ഇപ്പൊ ഇല്ല, അവൻ അവൈലബിൾ അല്ല. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും വന്നേക്കുന്നത് ഗൈസ്. അങ്ങനെ മഴ തുടങ്ങി കേട്ടോ. നമ്മൾ വന്ന ടൈം കുറച്ച് മോശമായി, മഴയായി. ഇതാണ് എൻട്രി വരുന്നത്. ഇവിടെ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് റേറ്റ് വരുന്നത്, ടിക്കറ്റ് റേറ്റും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് നമ്മൾ പറയാം. ടിക്കറ്റ് റേറ്റ് വരുന്നത് 2 രീതിയിലാട്ടോ ഗൈസ്. അങ്ങനെ ഈ വാക്ക് വേയിലെ ടിക്കറ്റ് എന്ന് പറയുമ്പോൾ 325 രൂപ കേട്ടോ. ഒറ്റ ടിക്കറ്റ് അവിടെ എടുത്തിട്ട് നമുക്ക് കയറി നേരെ പോകാം. പിന്നെ കേബിൾ കാറിൽ പോകണമെങ്കിൽ ടിക്കറ്റ് അവിടെ 266 രൂപ താഴെ അടയ്ക്കണം, മുകളിൽ 286 രൂപ അടയ്ക്കണം. അങ്ങനെ ടോട്ടൽ 585 രൂപ നമുക്ക് അടയ്ക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ ജസ്റ്റ് മഴ ഉണ്ട് കേട്ടോ. നമ്മൾ ഉണ്ട്, കുറച്ച് ചെക്കിങ് വെരിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്കിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഇവിടെ വഴിയാണ് നമുക്ക് കേബിൾ കാറിൽ പോകണമെങ്കിൽ നമുക്ക് ഇതുവഴിയാണ് കേട്ടോ അങ്ങോട്ട് പോകേണ്ടത്. പിന്നെ വാക്ക് വേ എന്ന് പറയുന്നത് ഇതുവഴി, ഈ വഴി നമുക്ക് വാക്ക് വേ കയറി പോകുന്ന വഴി. ഈ 325 രൂപ എടുത്ത് നമുക്ക് ഇതുവഴി കയറിപ്പോം. 585 എടുത്ത് നമുക്ക് ഇതുവഴി കയറി നേരെ കേബിൾ കാറിൽ പോകാം. ഇത് വാക്ക് വേ നടന്നു പോകുന്ന വഴി, ഇത് കേബിൾ കാറിൽ പോകുന്ന വഴി കേട്ടോ. നമുക്ക് അകത്തോട്ട് എല്ലാം കണ്ട് സെറ്റായിട്ട് പോകാം. ഓക്കെ, നമ്മുടെ ചേച്ചി ചേട്ടാ, ഇവിടുത്തെ മെയിൻ ആൻറ്റിയാണ് ഇവിടുത്തെ നമ്മുടെ. അപ്പോൾ ഇവിടെ ഒരു എൻട്രി ഉണ്ട് കേട്ടോ, എൻട്രൻസ്. ഇവിടെ നമ്മുടെ ചേച്ചി, നമ്മുടെ ഈ ആൻറ്റി ചേച്ചി ഇവിടെ നമ്മളെ കയറ്റി വിടുന്നത്. ചേച്ചി ഒരു ഹായ് ആണ് ചേച്ചി. ആൻറ്റിന്ന് വിളിച്ചവർക്ക് ഇഷ്ടമല്ലടാ, 40 വയസ്സുണ്ട് ഇവർക്ക്, എന്നിട്ട് ഒരു ആൻറ്റിന്ന് വിളിച്ചൂടെ. കയറട്ടോ, ചെക്കിങ് എന്തെല്ലാം ഉണ്ടോ നമുക്ക്? ബോംബ് വിട്ടായിരുന്നു ഇവിടെ. അണ്ണനാട്ടോ. ഹായ് ഹായ് പേരെന്താ? കൂട്ടുകാരൻ സൂരജ്, SRJ സൂരജ്. അപ്പൊ ഹാപ്പി ജേണി. താഴെ 266 ടിക്കറ്റ് എടുക്കണം, ഇവിടെ 286 രൂപ ടിക്കറ്റ് എടുക്കും. അപ്പൊ ടോട്ടല് 585. ഇത് നമ്മുടെ ചേച്ചി ചേട്ടാ, നമ്മുടെ ചേച്ചിയാണ് ഇത്. ഒരു ഹായ് കാണിച്ചിട്ടോ, നമ്മുടെ കുട്ടിയാണ്. ഇതൊക്കെ നമ്മുടെ ചേച്ചിമാരാ. ഹായ് ഹായ്. നമ്മുടെ കുട്ടികളായിട്ട് ചേച്ചിമാരാ. ഇന്ന് ഓഫ് വെച്ചി, അങ്ങനെ ഓഫായിട്ട് വന്ന് വ്ലോഗ് എടുക്കാം. അതിന്റെ കൂട്ടുകാരെ ഞാനും നിങ്ങളെ വന്നേ. പോട്ടെ, കയറി പോയിട്ട് വരാം. ഇത് നമ്മുടെ ഇവിടുത്തെ 2 ആന്റിമാരാട്ടോ നമ്മുടെ. ഫോട്ടോ നമ്മളെ എടുക്കത്തില്ലേ? എടുത്താണോ? ഞങ്ങളെ അറിയാമോ? ആറ്റിറ്റ്യൂഡ് ഉണ്ടോ? സംസപ്പ് ആണിക്കാ. ഓക്കെ, നമ്മുടെ ഇതിന്റെ ഫ്രണ്ട്സ് ആണ് നമ്മുടെ കുട്ടികളാട്ടോ ഇവിടുത്തെ. ആന്റിമാരാ കണ്ട പ്രായം നോക്കത്തില്ലെങ്കിൽ ആന്റിമാരാ. 30 വയസ്സുണ്ട് രണ്ടിലും. പോട്ടെ, കേട്ടോ. ഇതിനെ പോട്ടോ, അപ്പൊ നമുക്ക് എല്ലാവരും കാണാല്ലേ. നമ്മള് കേറുക. ഇത് നമ്മളെ ഫോട്ടോ എടുത്തതിന്റെ ടിക്കറ്റാ. താഴെ ഫോട്ടോ എടുക്കണം, ഇത് ഇവിടെ നേരി കൊടുക്കണം. തിരിച്ചിറങ്ങി വരുമ്പോ നമ്മളവിടെ പൊക്കോണ്ടിരിക്കുക. നമ്മുടെ ചെറുക്കന്മാരായിരുന്നുണ്ട് കേട്ടോ. എന്തൊരു ഷോ, പിന്നെ 2 ഷോ എങ്ങനെയുണ്ട്? പോയിട്ട് വരട്ടാ. അങ്ങനെ നമ്മൾ അവിടെ കേബിൾ കാറിന് അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഷോ കാണിക്കാം, അവിടെ പെടലി കഴിക്കേണ്ടതുണ്ട്. ആരാ? വിഷ്ണു. ഷോ കാണിക്കാം. ഇവിടുന്ന് നമ്മൾ കേബിൾ കാർ കയറി മേലേക്ക് പോകാൻ പോകാം കേട്ടോ. ഇവിടെ കേബിൾ കാർ ഇങ്ങനെ ക്യൂ നിൽക്കുന്നു. കേബിൾ കാർ കയറി നമ്മൾ നേരെ മേലോട്ട് വരും. അങ്ങനെ ഫസ്റ്റ് റൗണ്ടിൽ നമുക്ക് ഫെയിൽ ആയെന്ന് തോന്നുന്നു, നമ്മളെ കയറാൻ പറ്റാതായി. ഇന്ന ടൈം ഇച്ചിരി രാവിലെ വന്ന് കയറിയപ്പോൾ എൻട്രൻസിനാണ് മഴയായിരുന്നു, പക്ഷെ ഇപ്പൊ നല്ല വെയിലായിരുന്നു. മണ്ടയിൽ നല്ല വെയിലാവാനാണ് ചാൻസ് കേട്ടോ. സെക്കൻഡ് ക്യാബിലാട്ടോ നമ്മൾ പോണേ, രണ്ടാമത്തെ ഗായ്സ് വിളിയാണല്ലോ എപ്പോഴും വരുന്നത്. ഇതാണ് കേട്ടോ കേബിൾക്കാരെന്നുള്ള കാഴ്ച. കൂടെ നമ്മളിവിടെ ഒരു ഫാമിലി ഉണ്ട് കേട്ടോ. വേറെ ബാംഗ്ലൂർ.
ബാംഗ്ലൂരിലുള്ള രണ്ട് ഫാമിലി ഉണ്ട്. ഫസ്റ്റ് ടൈം ജഡായി വിസിറ്റ്. കാറ്റടിക്കുന്നു ഗൈസ്. നമ്മള് സാധാരണ കാറ്റടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് സ്റ്റോപ്പ് ചെയ്യാറായിരുന്നു. നല്ല കാറ്റുണ്ട്. നമ്മൾ പാതിയിൽ വന്ന് നിൽക്കുക. നല്ല കാറ്റുണ്ട് ഗൈസ്. സാധാരണ കാറ്റുള്ള സമയത്ത് കേൾക്കാർ ക്ലോസ് ആയിരിക്കും. വാപ്പയെ മാത്രമേ വിടത്തുള്ളൂ. ഇപ്പൊ നമ്മള് പാതി എത്തി. നല്ല കാറ്റടിക്കുന്നുണ്ട്. എന്തോ അറിയത്തില്ലേ. സ്റ്റോപ്പുകാർ ഇപ്പൊ സ്റ്റോപ്പല്ല, ഒരു പയ്യെ പോകത്തുള്ളൂ. ആദ്യം കുറച്ച് നേരം സ്പീഡിൽ ഇങ്ങനെ വന്നിട്ട് പിന്നെ സ്ലോ ആവും. കുറച്ച് കാറ്റുണ്ട്. നല്ല രീതിയിൽ കാറ്റുണ്ട് കേട്ടോ. നോർമൽ ഡേയ്സിൽ കാറ്റുള്ള സമയത്ത് കേബിൾ കാർ എപ്പോഴും സ്റ്റോപ്പായിരിക്കും. നമ്മളിന്ന് മണ്ടയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നൈസാ ഇവിടുത്തെ ആംബിയൻസും കാര്യങ്ങളൊക്കെ. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മള് വീഡിയോക്കകത്ത് പറയുമ്പോൾ കുറച്ച് ഇതായിട്ട് പറയണ്ടേ. ഇവിടെ പോകുമ്പോൾ കാണിച്ചു തരാം ഓരോന്നൊക്കെ. എടുത്തോ. നമ്മൾ വന്ന ടൈം കുറച്ച് ഇതായിപ്പോ കേട്ടോ. ഈവനിങ് ഒക്കെ വന്നാലേ കുറച്ചുകൂടെ ഒരു ഇത് കിട്ടത്തുള്ളൂ. ഫുള്ള് ഫോറിനേഴ്സ് ആണ്. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ആൾക്കാരൊക്കെ കുറവാണ് എപ്പോഴും കേട്ടോ അവിടെ. പിന്നെ നമ്മുടെ ജിഡാവിന്റെ ഫ്രണ്ട് പറയുന്ന കേൾക്കാൻ പറ്റുന്നുണ്ടോ? നോയിസ് ക്യാൻസലേഷൻ ഓഫാക്കി ഇട്ടേക്കുന്നുണ്ടേ. ചിലത് കൊണ്ട് കിട്ടത്തില്ല, കിട്ടാൻ ചാൻസ് കുറവായി. ഇല്ലാണ്ട് ഇതൊക്കെ നമ്മുടെ ചേച്ചിമാരാ ഇവിടുത്തെ സെക്യൂരിറ്റി ചേച്ചിമാർ. നമ്മൾ വന്ന ടൈം കുറച്ച് ഇതായിപ്പോ കേട്ടോ. വലിയ വെയിലായിപ്പോയി. അതിനും കുഴപ്പമില്ല, വെയിൽ അധികം കുറവുണ്ട്. കേബിൾ കാർ വരുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ചുറ്റും ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാം. എല്ലാ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ട് സെറ്റായിട്ട് വരാം ഗൈസ്. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ആൾക്കാർ കുറവാണ് കേട്ടോ ഇവിടെ. പൊതുവെ ഇവിടെ വരുന്നതിലൊരു 80% ആൾക്കാർ നോർത്ത് ഇന്ത്യൻസ് ആയിരിക്കും, അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് വെളിയിലുള്ള ആൾക്കാരായിരിക്കും. അവിടെ കേരളത്തിൽ നിന്നുള്ള ആൾക്കാരുടെ എണ്ണം കുറവാണ്. ഓണമൊക്കെ അല്ലേ വരാൻ പോന്നെ, ഓണം വെക്കേഷൻ ഒക്കെ വരുന്നത്. അപ്പൊ എല്ലാരും വാ, നമ്മുടെ ജഡായു ഒക്കെ ഒന്ന് വിസിറ്റ് ചെയ്യും. കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക. എന്താണ് ഫ്രീ എൻട്രി ആണ് നമുക്ക്. ബ്രോ വന്ന ടൈം കുറച്ച് ഇതായി പോയി. നല്ല വെയിൽ. പിന്നെ ഈ ടൈമിലൊന്നും ഇങ്ങോട്ട് ഇറങ്ങാൻ നിൽക്കണ്ട, അതായിരിക്കും നല്ലത്. ഒരു ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം ടൈമിൽ വരുന്നതായിരിക്കും ബെറ്റർ. നമ്മൾ വെയിൽ കുറവായിരിക്കും, നല്ല വിഷ്വൽസ് കിട്ടും. ഫോട്ടോയും വീഡിയോ എടുക്കുന്നവർക്ക് നല്ലൊരു ഇതായിരിക്കും. ചായക്കട ഏട്ടാ, ചായക്കട മാത്രമേ ഉള്ളൂ. ചായ സ്നാക്സ് ഐറ്റംസ് മാത്രമല്ല കടയാണ്. ആകെ ഈ ഒരു കട മാത്രമേ ഇതിൽ വന്നിട്ടുള്ളൂ. അത്യാവശ്യം തിരക്കുണ്ട് ഗൈസ്. ചൊവ്വാഴ്ച ആണെങ്കിലും കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആരും ഈ ശനി ഞായറും പോലത്തെ തിരക്കൊന്നും ഇല്ല. ശനി ഞായർ ദിവസങ്ങളാണ് കൂടുതലും. ഇങ്ങനെയാണ് ജഡായിൽ ഈവനിങ് വന്നാൽ കുറച്ച് നേരം കൂടെ ഇവിടെ സ്പെൻഡ് ചെയ്യാൻ നല്ല രസമായിരിക്കും. വെയിലായതുകൊണ്ട് അധികം നമുക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല കേട്ടോ. ഇപ്പൊ കുറച്ച് വെയിൽ താന്നിട്ടുണ്ടെന്ന് കുറഞ്ഞിട്ടുണ്ട്. മുട്ടക്കുട്ടം വരുന്നുണ്ടേ. തമിഴ് പയ്യനാട്ടാ അവൻ, തമിഴ് ബോയ്. ഇവിടുത്തെ ഈ അമ്പലത്തിലേക്ക് ജസ്റ്റ് ഒന്ന് കയറുന്നു. അമ്പലത്തിന് അങ്ങോട്ടൊന്ന് കയറി നോക്കാം കേട്ടോ. അമ്പലം അവിടെ, നമുക്ക് അങ്ങോട്ടൊന്ന് നോക്കാം. പിക്ക് എടുത്തോ ബ്രോ, നൈസായിട്ട്. ഞാൻ 2 ഫോണിലായിട്ടാണ് ചെയ്യുന്നത് കേട്ടാ. അവന്റെ ഫോണിൽ ഞങ്ങള് ഷോർട്സ് ഇടാനായിട്ട്, എന്റെ ഫോണിൽ വ്ലോഗ് എടുക്കാനായിട്ട്. ഈ അമ്പലത്തിന്റെ എൻട്രൻസിലേക്ക് കയറാം. ചെരുപ്പ് നമുക്ക് ഇവിടെ കൊടുക്കണം കേട്ടോ. 5 രൂപ. 5 രൂപ ഈ 2 ചെരുപ്പുകൾ നമ്മൾ ഇവിടെ വെച്ചിട്ട് പോകാൻ പോകും. ഇവിടെ ഫ്രീ ഇല്ല. ആ താഴെ നമ്മൾ ചെരുപ്പൊക്കെ ഊരി കൊടുക്കുന്ന സെറ്റപ്പ് ഉണ്ട് കേട്ടോ. ചെരുപ്പിന് ഒരു ചെരുപ്പിന് 5 രൂപ വെച്ചാണ് കൊടുക്കുന്നത്.
നമ്മൾ അമ്പലത്തിന്റെ അങ്ങോട്ട് വന്നേക്കണം. ഇതാണ് ഈ അമ്പലം, ഇവിടെ ജഡായുവിന്റെ മുകളിലേക്ക് അമ്പലം. കാറ്റ് വീശുന്നുണ്ടേ, അതുകൊണ്ട് പറയുന്നത് അധികം ക്ലിയർ ആവാൻ ചാൻസ് ഇല്ല. നല്ല കാറ്റുണ്ട്. അമ്പലത്തിന്റെ കാഴ്ചകൾ കേട്ടോ. പള്ളിയൊന്നും അല്ലായിരുന്നു, രാമന്റെ ആ ക്ഷേത്രത്തിന്റെ ആ ഒരു ഇതൊക്കെ ഇങ്ങനെ അല്ലായിരുന്നു. അതെല്ലാം ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഗായ്സ്, ഇതാണ് നമ്മുടെ ജഡായുവിന്റെ മണ്ട എന്ന ചടയങ്കര സിറ്റി കാണുന്നതിന്റെ ഒരു വിഷ്വൽ കേട്ടോ. ഈ കാണാൻ പോന്നെ ഇത് നമ്മുടെ ആയൂരിന്ന് കാണാം. ഇതാ നമ്മുടെ ആയൂര് ചെറുഷ്പ പള്ളിയാണ് കാണുന്നത്. പിന്നെ നമ്മുടെ അഞ്ചലൊക്കെ കാണാൻ പറ്റും ഗൈസ് ഇവിടെ നിന്ന്. ഇതിപ്പോൾ നല്ല വെയിലായതുകൊണ്ട് ക്യാമറയ്ക്ക് അങ്ങോട്ട് കിട്ടാത്തതാണ്. അഞ്ചല് കാണാൻ പറ്റും. നമ്മുടെ സ്വന്തം കൊടുക്കത്തുപാറയല്ലേ, നമ്മുടെ കൊടുക്കത്തുപാറ കാണാം. ഇതായി കാണുന്നതാണ് കൊടുക്കത്തുപാറ. ഇതെല്ലാം കാണാൻ ഗൈസ് ഇവിടെ നിന്ന്. നമ്മൾ വന്ന ടൈം കുറച്ച് മോശമായിപ്പോയി, നല്ല വെയിലുള്ള ടൈമായിപ്പോയി വന്നതേ. അതാ ഇതാ ശ്രീരാമന്റെ കാൽപാദം എന്ന് പറയുന്ന ആ ഒരു കേട്ടോ. വിശ്വാസം അവിടെയാണോന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. ഇതൊക്കെ ഓരോരുത്തരുടെ ഒരു ഇതല്ലേ, ആചാര അനുഷ്ഠാനങ്ങളല്ലേ. നല്ല കാറ്റുണ്ട് കേട്ടോ. അപ്പൊ പറയുമ്പോൾ ക്ലിയർ ആകാൻ ചാൻസ് കുറവായിരിക്കും. കുറെ വീഡിയോസ് ഒക്കെ പോയിട്ടുണ്ട്. ചെരുപ്പ് പിടിക്കണം തിരിച്ച് കൊടുത്ത് നമ്മുടെ ചെരുപ്പ് തിരിച്ചു പിടിക്കുക. ഈവനിങ് ആയിരുന്നെങ്കിൽ മ്യൂസിക് കിട്ടിക്കണ്ട്. വന്ന ടൈമാണ് നമുക്ക് ഒരു ഇതായിപ്പോ. ഇടയ്ക്കിടയ്ക്ക് അതാ ഞാൻ പറയുന്നേ. വൈകിട്ടായിരുന്നെങ്കിൽ നമുക്ക് നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കായിരുന്നു. നല്ല വെയിൽ. പിന്നെ നമ്മുടെ ഈ അകത്ത് മ്യൂസിയത്തിന്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇതുവരെ ഒന്നും സ്റ്റാർട്ട് ആയിട്ടില്ല. ഉടനെ സ്റ്റാർട്ട് ആവും. ഉടനെ എല്ലാം പണിയെല്ലാം കഴിഞ്ഞ് ഓപ്പണാവുന്നതായിരിക്കും. കൈ അടിച്ചു സ്റ്റാറ്റ് കാണിക്കുന്നു. ആണെന്താ ടാറ്റ അടിക്കുന്നു. ചേച്ചി ഒന്ന് കൈ ടാറ്റ കാണിക്കുന്നു. അതാ വേണ്ടത്. വാ എല്ലാം പറയാം. നല്ല വെയിലൊക്കെ ആയിരുന്നു. വെയിൽ കൊണ്ടല്ലേ. അപ്പൊ നമുക്ക് കടയിൽ പോയി എന്തെങ്കിലും മേടിച്ച് കുടിക്കാം. വെള്ളം എല്ലാം കുടിക്കാം. ഹൈഡ്രേറ്റഡ് ആവാം. ബ്രോ ബ്രോ ഓക്കെ ഓക്കെ പോന്നു. ഇവിടെയൊക്കെ നമുക്ക് വെള്ളം എന്തെങ്കിലും കുടിക്കാം. ലെമൺ ജ്യൂസ് അടിച്ച് നമ്മൾ വേണ്ട ഇവിടുന്ന് ഇറങ്ങാൻ പോവാം. പെரிய വെയില്. പിന്നെ പറയുന്നതൊക്കെ കൃത്യമാണെന്ന് അറിയാൻ വയ്യ. കാറ്റടിക്കുന്നോണ്ട് അധികം കിട്ടാൻ ചാൻസ് ഇല്ലാന്ന് തോന്നുന്നു. നമ്മളാണ്ടെ നൈസായിട്ട് ഇറങ്ങാൻ പോവാണ്. കുറേയൊക്കെ വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട്, കുറച്ചൊന്നും എടുത്തിട്ടും ഇല്ലെന്ന് തോന്നുന്നു. ഇവിടേക്ക് ഇല്ലടാ, നമ്മൾ ഇറങ്ങി കഴിഞ്ഞിട്ട് പറയാൻ പറ്റും എന്തെങ്കിലും മിസ്സായെന്നുള്ള കാര്യം. ഇതിലുണ്ട് അതിലേ പോവാ. നമ്മളങ്ങോട്ട് പെതി ഇറങ്ങാൻ പോവാട്ടോ. പെരി വെയിൽ, സൺസ്ക്രീൻ എല്ലാം പോയി. നമുക്ക് താഴോട്ട് ഇറങ്ങാം. ഇനി താഴത്തെ കുറച്ച് കാഴ്ചകൾ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം താഴെ ഉണ്ടായി. അപ്പൊ അങ്ങോട്ട് പോവാം. നമ്മളങ്ങനെ തിരിച്ചിറങ്ങാനായിട്ടുള്ള ക്യൂലാട്ടാ. ഗൈസ്, നമ്മൾ പറഞ്ഞ പോലെ തന്നെ കേബിൾ കാർ സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വന്നപ്പോൾ കാറ്റ് കണ്ടില്ലായിരുന്നു. ഇപ്പൊ താണ്ട കേബിൾ കാർ സ്റ്റോപ്പ് ആക്കി. ഇവരെല്ലാം ഇവിടെ ഇരിക്കുക. കേബിൾ കാർ ആളെ വിടുന്നില്ല. കാറ്റുണ്ടായത് കൊണ്ട് ഇപ്പൊ ആളെ വിടുന്നില്ല കേട്ടോ. നമ്മളങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാൻ ഇവിടെ. ഫൈനലി കേബിൾ കാർ ഓൺ ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവാ.